നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അമേരിക്ക പോലെ രാജ്യത്ത് ഒരു മുസ്ലിം കുടിയേറ്റക്കാരൻ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി എങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുമെന്ന്? അത് വെറും സ്വപ്നം മാത്രമാണെന്ന് കരുതിയവരായിരിക്കും കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ സ്വപ്നം യാഥാർത്ഥ്യമായി. സോഹ്റാൻ മംദാനി എന്ന പേര് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ ചർച്ചകളിലെ പ്രധാനപ്പെട്ട വിഷയമാണ്. അദ്ദേഹം അമേരിക്കയുടെ രാഷ്ട്രീയ ചരിത്രം പുനർനിർവചിച്ചതുപോലെയുള്ള തോന്നലാണ് ഇപ്പോൾ പലതിലുമുള്ളത്. കാരണം ഇത് വെറുമൊരു തിരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, ഇത് ഒരു വ്യവസ്ഥിതിക്കെതിരായ ജനങ്ങളുടെ മറുപടി കൂടിയാണ്. സ്വാഗതം മൈൽ സ്റ്റോണിൻ്റെ മറ്റു മനോഹരമായ വീഡിയോയിലേക്ക്. കാത്തിരിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും വിമർശനങ്ങളും പങ്കുവെക്കുന്നതിനോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ച ആ നിമിഷം ലോകം ശരിക്കും നിശ്ചലമായി. സോഹ്റാൻ മംദാനി ജയിച്ചു, അതും വൻ ഭൂരിപക്ഷത്തിൽ. ഒരു മുസ്ലിം ഇന്ത്യൻ വംശജനായ കുടിയേറ്റക്കാരൻ കോടികളുടെ ക്യാമ്പയിൻ ടീമുകളില്ലാതെ ജനങ്ങളുടെ വിശ്വാസം മാത്രം കൈമുതലാക്കി ഒരു അത്യുജ്വല വിജയം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വിജയം ചരിത്രത്തെ തന്നെ മാറ്റിയത്. സോഹ്റാൻ മംദാനിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടിരുന്നോ? പ്രഥമ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ഉദ്ധരിച്ചായിരുന്നു മംദാനിയുടെ ആദ്യത്തെ പ്രസംഗം. ഞാൻ ചെറുപ്പമാണ്, മുസ്ലിം ആയതിൻ്റെ പേരിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കില്ല. നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് ഞാൻ ഓർക്കുന്നത്. ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രമേ പഴയതിൽ നിന്നും പുതിയതിലേക്ക് നാം കാലെടുത്ത് വയ്ക്കുന്ന ഒരു നിമിഷം വരുന്നുള്ളൂ. ഒരു യുഗം അവസാനിക്കുകയും വളരെ കാലം അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി നമ്മൾ പഴയതിൽ നിന്നും പുതിയതിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്നു. കാച്ചിക്കുറക്കിയ വാക്കുകൾ, ഒപ്പം അത്രയും ആഴമുള്ളതും. അദ്ദേഹം തൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വച്ചില്ല. അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു, അതെ, ഞാൻ മുസ്ലിമാണ്, ഇന്ത്യൻ വംശജനാണ്, പക്ഷേ ഈ നഗരം നിങ്ങളുടേതുപോലെ തന്നെയാണ് എൻ്റേതും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏതെങ്കിലും മതവിഭാഗങ്ങളോടോ വംശങ്ങളോടോ ഉള്ള ഒരു പ്രസംഗമായിരുന്നില്ല. അതൊരു മനുഷ്യൻ്റെ ശബ്ദമായിരുന്നു. വാടക അടയ്ക്കാൻ പാടുപെടുന്നവരുടെ, രാത്രി ഷിഫ്റ്റ് ജോലി ചെയ്യുന്നവരുടെ, ഒരു കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം വേണമെന്ന് സ്വപ്നം കാണുന്ന സാധാരണ ന്യൂയോർക്കുകാരുടെ ശബ്ദം. ന്യൂയോർക്ക് സിറ്റി ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നഗരങ്ങളിലൊന്നാണ്. വാൾസ്ട്രീറ്റും ഐക്യരാഷ്ട്രസഭയും ഇവിടെയാണ്. ലോകത്തിലെ വലിയ സിനിമാ സ്റ്റുഡിയോകൾ, ടെക് കമ്പനികൾ, ഫാഷൻ ബ്രാൻഡുകൾ എല്ലാം ഇവിടെ നിന്നാണ് ഉയർന്നത്. പക്ഷേ ഈ ആഡംബര നഗരത്തിന് മറ്റൊരു മുഖമുണ്ട്. പക്ഷേ ആ മുഖം ലോകം അധികം കാണാറില്ല. 9 ദശലക്ഷം ആളുകളുള്ള ഈ നഗരത്തിൽ ഭൂരിഭാഗം കുടുംബങ്ങളും പ്രതിമാസം വാടക അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ്. അവിടെ സാധാരണ ജോലിക്കാരന് സ്വന്തമായി വീടെന്നത് ഇപ്പോൾ ഒരു സ്വപ്നമായി മാറിയിരിക്കുന്നു. ഒരു മെട്രോ ടിക്കറ്റ് വില പോലും അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇത് ലോകത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയപ്പെടുന്ന നഗരത്തിൻ്റെ യാഥാർത്ഥ്യമാണ് എന്നോർക്കുക. അവിടെ നിന്നാണ് മംദാനി തൻ്റെ രാഷ്ട്രീയ യാത്ര തുടങ്ങിയത്. ഈ നഗരം കോടീശ്വരന്മാരുടെ കളിസ്ഥലമല്ല, ഇത് സാധാരണക്കാരുടേതാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. സോഹ്റാൻ മംദാനി ഉഗാണ്ടയിലാണ് ജനിച്ചത്. മാതാവ് ഇന്ത്യക്കാരിയായ പ്രശസ്ത സംവിധായക മീര നായർ. പിന്നീട് അവരുടെ കുടുംബം അമേരിക്കയിലേക്ക് കുടിയേറി. വളർന്നത് ക്വീൻസ് എന്ന പ്രദേശത്താണ്, ന്യൂയോർക്കിലെ സാധാരണ തൊഴിലാളി പ്രദേശം. അവിടെ തന്നെയാണ് അദ്ദേഹം യഥാർത്ഥ ന്യൂയോർക്കിൻ്റെ ജീവിതം കണ്ടത്. യുവാവായിരുന്നപ്പോൾ അദ്ദേഹം വാടക വീടുകൾക്കായി പ്രവർത്തിക്കുന്ന സംഘടനയിൽ ചേർന്നു. വാടക അടയ്ക്കാൻ കഴിയാത്തവരെ വീടുകളിൽ നിന്നും പുറത്താക്കുന്നതിനെതിരെ പോരാടി. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധം രൂപപ്പെട്ടത്. ഈ നഗരം സംസാരിക്കുന്നത് പണമുള്ളവരുടെ ഭാഷയിലാണ് എന്ന് അയാൾ മെല്ലെ മെല്ലെ മനസ്സിലാക്കി. 2022 അദ്ദേഹം ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് മത്സരിച്ചു. തികച്ചും സാധാരണ പ്രചാരണം. വീട് തോറും പോയി ആളുകളെ നേരിട്ട് കണ്ടു. വാക്കുകൾക്ക് പകരം പ്രവർത്തനത്തോടെ വിശ്വാസം നേടി. അയാൾ വിജയിച്ചു. അതും അത്ഭുതകരമായി. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അസംബ്ലിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ധനികർക്ക് വേണ്ടിയല്ല, സാധാരണക്കാർക്കായി സംസാരിച്ചു. വാടക നിയന്ത്രണം വേണം, ജനങ്ങളുടെ ഗതാഗതം സൗജന്യമാക്കണം തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ പരിഹസിച്ചു. പക്ഷേ ജനങ്ങൾ അതാണ് ആവശ്യമെന്ന് മെല്ലെ മെല്ലെ തിരിച്ചറിഞ്ഞു. അസംബ്ലിയിൽ 3 വർഷം കഴിഞ്ഞപ്പോൾ മംദാനി മേയർ സ്ഥാനത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. മാധ്യമങ്ങളടക്കം എല്ലാവരും അതിനെ തമാശയായി കണ്ടു. മംദാനിക്ക് 1% പോലും സാധ്യതയില്ല എന്ന് വരെ പറഞ്ഞവരുണ്ടായിരുന്നു. കാരണം അദ്ദേഹം രാഷ്ട്രീയ വേദികളിൽ നിന്നല്ല, ജനങ്ങളിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. പക്ഷേ മംദാനിയുടെ പ്രചാരണം പഴയ രീതിയിലായിരുന്നില്ല. അദ്ദേഹം തെരുവിലിറങ്ങി, ആളുകളെ നേരിട്ട് കണ്ടു. കഫേകളിൽ, പാർക്കുകളിൽ, ട്രെയിനുകളിൽ, വീടുകളിൽ മീറ്റിങ്ങുകൾ നടത്തി. അവിടെ നടന്ന സംഭാഷണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഓരോ വീഡിയോയും വൈറലായി. മംദാനി രാഷ്ട്രീയത്തിലല്ല, മനുഷ്യരിലേക്കാണ് തൻ്റെ സംസാരം എത്തിച്ചത്. നിങ്ങൾ വാടക അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? ഞാൻ നിങ്ങളെ കേൾക്കുന്നു. ഇത് രാഷ്ട്രീയ വാക്കല്ല, അത് ബന്ധം സ്ഥാപിക്കലായിരുന്നു. മംദാനിയുടെ പ്രചാരണം ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലുമാണ് ഹിറ്റായത്. അദ്ദേഹം സംസാരിച്ച ഭാഷ ആളുകൾക്ക് മനസ്സിലായി. അദ്ദേഹം ധനികർക്കെതിരെ മാത്രമല്ല, അനീതിക്കെതിരെയും സംസാരിച്ചു കൊണ്ടിരുന്നു. സിസ്റ്റം സാധാരണക്കാരെ വഞ്ചിക്കുന്നു, നമുക്ക് അത് തിരുത്തണം എന്നയാൾ ജനങ്ങളെ ബോധവാന്മാരാക്കി. അത് കേട്ട് ആയിരങ്ങൾ ക്യാമ്പയിനിൽ അദ്ദേഹത്തോടൊപ്പം അണിചേർന്നു.
വിദ്യാർത്ഥികൾ, കുടിയേറ്റ തൊഴിലാളികൾ, വാടക വീട്ടുകാർ എല്ലാവരും ഒരേ മുദ്രാവാക്യത്തിൽ അണിചേർന്നു. പ്രൈമറി തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ കുതിപ്പ് തുടങ്ങിയത്. അദ്ദേഹം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ മുതലാണ് യഥാർത്ഥ പോരാട്ടം തുടങ്ങിയത്. വലിയ കോർപ്പറേറ്റുകൾ അദ്ദേഹത്തെ എതിർത്തു. വലതുപക്ഷ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ജിഹാദി മേയർ എന്ന് വിളിച്ചു. സോഷ്യൽ മീഡിയയിൽ വെറുപ്പിൻ്റെ തരംഗം. പക്ഷേ മംദാനി ഒട്ടും പിന്മാറിയില്ല. പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടം സിനിമ പോലെയായിരുന്നു. മറ്റ് സ്ഥാനാർത്ഥികൾ കോടികൾ ചെലവഴിച്ചപ്പോൾ മംദാനിയുടെ ടീം ബൈക്കിലും മെട്രോയിലും യാത്ര ചെയ്തു. വോട്ടർമാരുമായി നേരിട്ട് സംസാരിച്ചു. അവൻ്റെ ക്യാമ്പയിൻ പാട്ടുകൾ തന്നെ തെരുവിൽ ആവേശമായി. അവസാന ദിനം ന്യൂയോർക്ക് ടൈംസ് പോലും പറഞ്ഞിരുന്നു ഈ മത്സരം പ്രഡിക്റ്റബിൾ അല്ല എന്ന്. പിന്നീട് ഫലം പുറത്തു വന്നപ്പോൾ മംദാനി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇപ്പോൾ ലോകമൊട്ടാകെ മാധ്യമങ്ങൾ ചോദിക്കുന്നു, ഇതൊരു പുതിയ കാലത്തിൻ്റെ ആരംഭമാണോ? ഒരാൾ മാത്രമല്ല ജയിച്ചത്, ഒരു ആശയമാണ്. സാധാരണക്കാരുടെ അധികാരത്തെക്കുറിച്ചുള്ള ആശയം. അമേരിക്കയിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇപ്പോൾ നിറക്കുകയാണ്. അവർ പറയുന്നു ന്യൂയോർക്ക് നഷ്ടപ്പെട്ടു. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത നഗരത്തിൽ ഇപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് മേയറാണ്. പക്ഷേ മംദാനി അത് നിഷേധിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു സോഷ്യലിസം എന്നത് പങ്കിടൽ മാത്രമാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ പ്രധാനമാണ്. മംദാനിയുടെ മുന്നിലുള്ള വഴി എളുപ്പമല്ല. ട്രംപ് ഭരണകൂടം അദ്ദേഹത്തിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഫെഡറൽ ഫണ്ടുകൾ നിർത്തുമെന്ന ഭീഷണിയുണ്ട്. മാധ്യമങ്ങളിൽ തെറ്റായതും മോശപ്പെട്ടതുമായ പ്രചാരണങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ മംദാനി ശാന്തനാണ്. അദ്ദേഹം പറഞ്ഞത്, വാക്കുകൾ കൊണ്ട് ഞാൻ അധികാരികളോട് പോരാടുന്നില്ല, പ്രവൃത്തിയാൽ മറുപടി നൽകും. മംദാനിയുടെ വിജയം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? രാഷ്ട്രീയം അധികാരത്തിനായി മാത്രമല്ല, അത് ഉത്തരവാദിത്തത്തിനായിരിക്കണം. നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ പരിശ്രമിച്ചാൽ അതിനെ മാറ്റാൻ ഒരാൾക്ക് കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു തന്നു. മതം, വംശം, പണം, പശ്ചാത്തലം ഇതൊന്നും മാറ്റത്തിന് തടസ്സമല്ല. ജനങ്ങൾ വിശ്വസിക്കുന്നവർക്ക് അവർ അവരുടെ നഗരം ഏൽപ്പിക്കുക തന്നെ ചെയ്യും. ഇത് വെറും ന്യൂയോർക്കിൻ്റെ കഥയല്ല, ഇത് ലോകത്തിലെ എല്ലാ നഗരങ്ങളുടെയും കഥയാണ്. അസമത്വം, വിലവർധന, വാടക എന്ന ഭാരം, അധികാരികളുടെ അഹങ്കാരം ഇതെല്ലാം എല്ലായിടത്തുമുണ്ട്. പക്ഷേ അവിടെ നിന്നാണ് പ്രതീക്ഷ വരുന്നത്. സോറാൻ മംദാനി അതിൻ്റെ തെളിവാണ്. അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഒരു നഗരം ജനങ്ങളുടേതാണ്, കോടീശ്വരന്മാരുടേതല്ല. ഇത് വെറും രാഷ്ട്രീയ പ്രസംഗമല്ല, ഇതൊരു പുതിയ കാലഘട്ടത്തിൻ്റെ പ്രഖ്യാപനമാണ്. മംദാനിയുടെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഒരു ശബ്ദം ലോകത്തെ മാറ്റാൻ കഴിവുള്ളതാണ്. ധൈര്യം, സത്യസന്ധത, വിശ്വാസം അവയുണ്ടെങ്കിൽ സ്ഥിതിവിശേഷങ്ങൾ മാറ്റാൻ സാധിക്കും. അദ്ദേഹം അത് ചെയ്ത് കാണിച്ചു. അദ്ദേഹം ഞാൻ നിങ്ങൾക്കായി പ്രവർത്തിക്കും എന്നല്ല പറഞ്ഞത്, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നാണ് പറയാൻ ശ്രമിച്ചത്. കാലങ്ങളായി അമേരിക്ക പിന്തുടർന്നു വന്ന മുതലാളിത്ത രാഷ്ട്രീയത്തിനപ്പുറത്ത് അയാൾ പുതിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര യുഗം തുറന്നു. ഇനി ആ മുതലാളിത്ത കോട്ടയുടെ തലപ്പത്ത് ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആശയം ഭരിക്കും. കാത്തിരിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ലൈക്കും ഷെയറും അഭിപ്രായങ്ങളും ഒക്കെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.